ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്ന നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. ഓർഡർ ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പോപ്പുലർ ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയ്ക്ക് അഭിപ്രായ വ്യത്യാസമുള്ള എന്നാൽ ഇത്രയ്ക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ നമ്മുടെ ട്രേഡിങ്ങിൽ എന്നല്ല നമ്മുടെ ട്രേഡിങ്ങിലെ കോൺസെപ്റ്റ് ആയിട്ടുള്ള SMC ICT ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അത്രയ്ക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പെർഫെക്റ്റ് ആയിട്ട് ചാർട്ടിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് വൃത്തിക്ക് പഠിച്ചു പോവാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വീഡിയോസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തിട്ട് വാ. 1.5ലോ 2ലോ ഇട്ടിട്ട് കണ്ടിട്ട് വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. അല്ലാതെ 1ൽ തന്നെ ഇട്ട് കാണുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ എനിക്ക് ഒറ്റ നിർബന്ധമുള്ളൂ, വീഡിയോ എപ്പോഴും കംപ്ലീറ്റ്ലി കണ്ടിരിക്കണം. കാരണം കുറച്ച് കണ്ടിട്ട് കുറച്ച് നോളേജുമായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ അപ്രോച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബാ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി ICT കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ്ലി നമ്മൾ കുറച്ച് വീഡിയോസിലായിട്ട് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ നമുക്കത് മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് പ്രീവിയസ്ലി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, അഥവാ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ഒരു ഏരിയയാണത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. സോ എന്തുകൊണ്ട് നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കുന്നു, അല്ലെങ്കിൽ വൈ OB എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. ആക്ച്വലി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ അവന്മാർ ഉഡായിപ്പ് കളിക്കുന്ന സ്ഥലമാണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ എൻട്രീസ് എടുക്കുന്നതും. കാരണം ആ ഒരു ഏരിയയിൽ പൊതുവേ അവർ റിവേഴ്സ് മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വെറുതെ തിയറി പറഞ്ഞിട്ട് എക്സ്പ്ലനേഷനെ വലിച്ചു നീട്ടണ്ട. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ഓർഡർ ബ്ലോക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാധനത്തിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നു എന്ന് വിചാരിക്കുക, താഴോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു സെൽ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു സെൽ മൂവ്മെൻറ്റ് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നറിയോ? ഈ ഒരു സെൽ മൂവ്മെൻറ്റ് അവരുണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള മെയിൻ കാരണമാണ് അതിന് ശേഷം വരുന്ന ബൈ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇതെന്ത് എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. സിമ്പിളായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു സെൽ മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഈ ഒരു ബൈ മൂവ്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവിടെ പെർഫെക്റ്റ്ലി ഒരു മാനിപ്പുലേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് നമ്മളെ പറ്റിക്കാനാണ്. ഈ ഒരു സെൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു ബൈ ഉണ്ടാക്കുന്നത് അവരെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര ലിക്വിഡിറ്റി മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടത്ര മാർക്കറ്റിൽ ലിക്വിഡിറ്റി പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിനെ പറ്റിക്കുകയാണ്. പല ആൾക്കാരും ഇത് പറ്റിപ്പാണ്, ICT ഉഡായിപ്പാണെന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഒരു രീതിയിലുള്ള അറിവ് മാർക്കറ്റിലില്ലാതെ നിങ്ങൾ പോയിട്ട് എൻട്രി എടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ കളയാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. അതിനർത്ഥം ICT ലെവലിൽ ഓർഡർ ബ്ലോക്കും FEG ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ 100% പ്രോബിലിറ്റി ഉണ്ടാക്കാമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് അവിടേക്ക് പോയി എന്നുള്ളത് നിങ്ങളുടേതായ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് എല്ലാം പഠിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 5 രൂപയെങ്കിൽ 5 രൂപ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഈ ഒരു ബൈ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു സെൽ ക്യാൻഡിൽസിനെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്കറിയാം ഈ ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് മേലോട്ട് തിരിച്ച് ഒരു ബൈ മൂവ്മെൻറ്റ് നടന്നിട്ട് നേരത്തെ നടന്ന സെൽ മൂവ്മെൻറ്റിൻ്റെ കാരണക്കാരനായ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഇതിൻ്റെ മേലെ പോയി മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഈ ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോയിട്ട് ഈ ഒരു സെൽ മൂവ്മെൻറ്റിൻ്റെ മുകളിൽ വന്ന് മാർക്കറ്റ് ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലോസിങ് നടന്നാൽ
മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ കണ്ടീഷൻസ്, വേറെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക, ഞാൻ ബാക്കി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഈ ഒരു സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ ബൈ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഈ എൻറ്റയർ സെൽ ക്യാൻഡിൽസിനെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ എവിടെയുള്ളത്, ഇവിടെയാണുള്ളത് അല്ലേ, മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു താഴത്തെ ഈ ഒരു ഏരിയ ഓർഡർ ബ്ലോക്കാണ്. സോ ഈ ഒരു താഴത്തെ ഏരിയ ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പ്ലേസ് ചെയ്യാം? ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അപ്സൈഡ് മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെൽ മൂവ്മെൻ്റ് എല്ലാം നടന്നിട്ടുള്ളത് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട്, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് സത്യം പറഞ്ഞാൽ മാനിപ്പുലേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. സോ അങ്ങനെ മാർക്കറ്റ് പോയതിന് ശേഷം ഇവിടെയുള്ള എല്ലാ സ്റ്റോപ്പ് ലോസും കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചു വരുന്നതാണ്. സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു മാനിപ്പുലേഷൻ മൂവ്മെൻറ്റിനെ നമ്മൾ മാർക്ക് ചെയ്ത് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നീട് അവിടോട്ട് വരുന്നത് മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം, നമ്മളെന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ കളക്ഷനിൽ നമ്മളും ചാടി പിടിച്ച് എൻട്രി എടുത്തിട്ട് അവരോടൊപ്പം നമ്മളും എന്ത് ചെയ്യുക? പ്രോഫിറ്റ് എടുക്കുക. SL വേണം കേട്ടോ. SL ഇല്ലാത്ത കളിക്ക് നിങ്ങൾ നിൽക്കാൻ നിൽക്കരുത്. SL എവിടെ വെക്കേണ്ടത് വെച്ചാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ SL വെക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു കണ്ടീഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഒരു പ്രീവിയസ് ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെറുതെ കയറിയിട്ട് എല്ലാ സെൽ മൂവ്മെൻറ്റിനെയും പോയിട്ട് മാർക്ക് ചെയ്യാൻ നിൽക്കണ്ട. ആ സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് പ്രീവിയസ്ലി ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടായിരിക്കണം. ഇവിടെ ഏതാണ് പ്രീവിയസ്ലി ഉള്ള ലിക്വിഡിറ്റി ഏരിയ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള ഈ പറഞ്ഞ സ്വിംഗ് ലോ ആണ് നമുക്കിവിടെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്വിംഗ് ലോ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ? ഈ സെൽ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഈ സ്വിംഗ് ലോ ഏരിയ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് എൻട്രീസ് നോക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതേപോലെ ഇതിപ്പോൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണല്ലോ. ഇതേപോലെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എങ്ങനെയായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക? ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രീവിയസ്ലി ഒരു സ്വിംഗ് ഹൈ ഉണ്ടായിരിക്കും. ഈ ഒരു സ്വിംഗ് ഹൈയിലോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ ബൈ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. ശേഷം സെല്ല് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു ബൈ മൂവ്മെൻറ്റ് തുടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്ത് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എൻറ്റയർ ബൈ മൂവ്മെൻറ്റിനെ നമുക്ക് OB ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെന്നെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് തിരിച്ച് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് എന്താ പ്ലേസ് ചെയ്യാൻ പറ്റുക? എക്സാക്ട്ലി നമുക്ക് സെല്ല് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ല് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും. സെയിം ലോജിക്കാണ്. നമ്മളിവിടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ എന്താണോ പറഞ്ഞ് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സെൽ എൻട്രീസോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലാവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് എൻറ്റയർലി ഒന്നും കൂടെ കാണും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ ലൈവ് മാർക്കറ്റിലും കൂടെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് പ്രീവിയസ്ലി ഉള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ടാണ്. ആയതുകൊണ്ട് തന്നെ പക്ക നമുക്കിതൊരു OB ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ താഴോട്ട് മാർക്കറ്റ് വന്ന് ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ പുട്ട് എ സെൽ എൻട്രി ഹിയർ. ഓക്കെ, അപ്പോൾ ലൈവ് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് EUR/USDയുടെ ചാർട്ടാണ്. EUR/USDയുടെ ചാർട്ടിൽ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വല്ല എൻട്രീസും വന്നിട്ടുണ്ടോ OB റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ലോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്കൊരു സ്വിംഗ് ലോ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ സ്വിംഗ് ലോ. ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ, ഇതാണ് നമ്മുടെ സ്വിംഗ് ലോ. സ്വിംഗ് ലോ എന്താണെന്ന് അറിയാത്തവർ പ്രീവിയസ് വീഡിയോ എടുത്ത് കാണാം, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഇതൊരു സ്വിംഗ് ലോ ആണ്. ഈ സ്വിംഗ് ലോയിലോട്ടുള്ള ഈ ഒരു സെൽ മൂവ്മെൻറ്റ് കണ്ടോ നിങ്ങൾ? ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൽ മൂവ്മെൻറ്റ്
ബോഡി മുതലാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ഇനി OB വിക്ക് മുതലാണോ ബോഡി മുതലാണോ ഒന്നും കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ബോഡി മുതലാണ് മാർക്കിംഗ് വരിക. വിക്ക് മുതൽ മാർക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ അഡ്വാൻസ് ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അതും കൂടെ ക്ലിയർ ആയിട്ടും ക്ലാരിറ്റി ആയിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു എൻറ്റയർ സെൽ മൂവ്മെൻറ്റ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഓർഡർ ബ്ലോക്ക് ആയി എന്ന് വെച്ചാൽ ഈ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയതിൻ്റെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കി നോക്ക്, കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാനിൽ ഇവിടെ ക്ലോസ് തന്നിട്ടുണ്ട്. ഇത് ക്ലോസ് തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു എൻറ്റയർ മൂവ്മെൻറ്റിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇതിവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഓർഡർ ബ്ലോക്ക് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്താ സംഭവിച്ചു നോക്കി നോക്ക്, നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ OBയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക? ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ. ദെൻ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ 1:2 1:3 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജി പോലെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടു, ഇവിടെ കണ്ടു അടിപൊളിയായിട്ട് നമ്മൾ TP അടിച്ചിട്ടുള്ളത്. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ ഒരു സിംഗ്ലോ ഉണ്ട്. ഈ സിംഗ്ലോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടിപൊളിയായിട്ട് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എപ്പോഴാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ക്ലോസ് വന്നാൽ, പക്ഷേ എന്തായിട്ടില്ല, മാർക്കറ്റ് തിരിച്ച് ഈ ഒരു OBയിലോട്ട് വന്നിട്ടില്ല. ഇവിടോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി നോക്കാമായിരുന്നു. ദെൻ അതുപോലെ തന്നെ വേറൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഏതെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. യെസ്, ഇവിടെ നമുക്കൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു എൻറ്റയർ ബൈ മൂവ്മെൻറ്റിനെയാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണിത് ഞാൻ മാർക്ക് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിംഗ് ഹൈ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്വിംഗ് ഹൈയിലോട്ടുള്ള ഈ ഒരു ബൈ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്? OB ആയിട്ട് മാർക്ക് ചെയ്ത്. ഇതിൻ്റെ ഇടയിൽ വരുന്ന സെൽ ക്യാൻഡിൽസ് ഒന്നും വിഷയമല്ല കേട്ടോ, ആ ഒരു എൻറ്റയർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ബൈ ക്യാൻഡിൽസ് മാത്രമല്ലല്ലോ, സെൽ ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അതിലൊന്നും വലിയ ലോജിക്കില്ല. അപ്പോൾ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇത് ഓർഡർ ബ്ലോക്ക് ആയത്? ഈ ഒരു ബൈ മൂവ്മെൻറ്റ് നടന്നിട്ട് തിരിച്ച് ഇവിടെ വന്നൊരു ക്ലോസിങ് നടന്നപ്പോൾ അല്ലേ, ഈ ഒരു ഏരിയൻ്റെ താഴെ വന്ന് ഇവിടെ ഒരു ക്ലോസിങ് നടന്നപ്പോഴാണ് ഈ ഒരു ഏരിയനെ നമുക്ക് ബിയറിഷ് ആയിട്ടുള്ള OB ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് പിന്നീട് മാർക്കറ്റ് വരുമ്പോൾ എന്ത് നോക്കാം? നമുക്കിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ അഥവാ സെല്ല് നോക്കാൻ വേണ്ടി പറ്റും അല്ലേ. എക്സാക്ട്ലി ഇവിടെ നോക്കി നോക്ക്, എക്സാക്ട്ലി ഇവിടെ നോക്കി നോക്ക്, മാർക്കറ്റ് അവിടെ വന്ന് നെക്സ്റ്റ്, അതായത് ഈ ഒരു ക്ലോസ് നടന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറി നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തതിന് ശേഷം താഴോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം അടിപൊളിയായിട്ടുള്ളൊരു സെൽ മൂവ്മെൻറ്റ് നടന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഓർഡർ ബ്ലോക്കിനനുസരിച്ച് എൻട്രീസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങളെ ട്രേഡിംഗ് ജേർണി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് എല്ലാ ചാർട്ടിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗോൾഡിലായാലും യൂറോ USDയിലാണെങ്കിലും GBP JPYയിലാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ എല്ലാ ചാർട്ടിൻ്റെയും പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ആദ്യം വെറുതെ ജസ്റ്റ് ഒന്ന് ഡെമോ അക്കൗണ്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രോബിലിറ്റിയും കാര്യങ്ങളും നിങ്ങളെ സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്യൂച്ചറിൽ റിയൽ അക്കൗണ്ടിലോട്ട് കടന്നാൽ മതി. റിയൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയം കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നമ്മുടെ ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കേണ്ടവർ അത് റിലേറ്റഡ് ആയിട്ട് ആ ലിങ്ക് വഴി അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വാൻറ്റേജിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അൽപാരിയിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ ഓർഡർ ബ്ലോക്ക് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ കോൺസെപ്റ്റുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ജസ്റ്റ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയായിട്ട് നമുക്ക് വരാം. ബൈ.